രണ്ട് ലൈഫിനെ കുറിച്ച് അവിടെ പറയുന്നു. ಎರಡು ಜೀವದ ಕುರಿತಲ್ಲಿ ಹೇಳ್ತಿದೆ. ಒಂದನೇದಾಗಿ ഇപ്പോൾ ഉള്ളതിന്, ಇವಾಗಿರೋದಕ್ಕೆ. സ്തോത്രം, ಆಮೆನ್, ഹല്ലേലൂയ. ಆಮೆನ್. ഒരു വിശ്വാസിയുടെ, ಒಂದು ವಿಶ್ವಾಸಿಯ, ആമേൻ, ജീവിതത്തിൽ ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. ದೇವರ ಜೀವವನ್ನು ಕಳ್ಕೊಳ್ಬಾರದು. ആമേൻ, ಆಮೆನ್. ആ ജീവൻ, ಆ ಜೀವವು, ആമേൻ, കാത്തു പരിപാലിക്കുന്ന ഘടകം, ಕಾದು ಪಾಲಿಸೋ ഘടಕವು ദൈവഭക്തിയാണ്. ದೇವರ ಭಕ್ತಿ ಆಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ദൈവഭക്തിയോ, ದೇವರ ಭಕ್ತಿಯೋ ഇപ്പോൾ ഉള്ളതിന്റെയും ഇವಾಗಿರೋದಕ್ಕೂ വരുവാനുള്ളതിന്റെയും, ಬರೋದಿಕ್ಕೂ, പ്രൈസ് ദി ലോർഡ്, വരുവാനുള്ളതിന്റെയും ಬರುವುದಕ್ಕೂ, സ്തോത്രം, വാഗ്ദത്തമുള്ളതാകയാൽ, ವಾಗ್ದಾನ ಉಳ್ಳದಾಗಿದೆ. ആമേൻ, വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനമാണ്. ಅದೆಲ್ಲದಕ್ಕೂ ಪ್ರಯೋಜನವುಳ್ಳದಾಗಿದೆ. ദൈവഭക്തി എന്തുള്ളതാണ്? ದೇವರ ಭಕ್ತಿ ಏನಾಗಿದೆ? ദൈവഭക്തി എന്താ തരുന്നത്? ದೇವರ ಭಕ್ತಿ ಏನು ಕೊಡುತ್ತದೆ? ദൈവഭക്തി എന്താ തരുന്നത്? ದೇವರ ಭಕ್ತಿ ಏನು ಕೊಡುತ್ತದೆ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോഴുള്ള ജീവനെ വർദ്ധിപ്പിക്കും. ಇವಾಗಿರೋ ಜೀವವನ್ನು ಹೆಚ್ಚಿಗೆ ಮಾಡುತ್ತದೆ. വരുവാനുള്ള നിത്യജീവനെയും അത് സ്വാധീനിക്കും. ಬರಕಿರೋ ನಿತ್ಯ ಜೀವವನ್ನು ಅದು ಸ್ವಾಧೀನ ಮಾಡುತ್ತದೆ. ദൈവഭക്തി, ದೇವರ ಭಕ್ತಿಯು നമുക്ക് എങ്ങനെയാ വരുന്നത്? ಹೇಗೆ ಬರೋದು? ആമേൻ. ദൈവഭക്തി എവിടുന്നാ വരുന്നത്? ദൈവഭക്തി ಹೇಗೆ ಬರೋದು? ദൈവഭക്തി വരുന്നത്, ദൈവഭക്തി ಬರೋದು സഭാ ജീവിതത്തിലൂടെയാണ്. ಸಭಾ ಜೀವಿತ ಮೂಲಕವಾಗಿ, കൂട്ടായ്മ ജീവിതത്തിലൂടെയാണ്, ಅನ್ಯೋನ್ಯತೆ ಮೂಲಕವಾಗಿ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ്, ಪ್ರಾರ್ಥನಾ ಜೀವಿತ, ആരാധനാ ജീവിതത്തിലൂടെയാണ്, ಆರಾಧನೆ ಜೀವಿತದಲ್ಲಿ. ആമേൻ. ഈ ജീവിതത്തിലൂടെ ಈ ಜೀವಗಳ ಮೂಲಕ ഭക്തി ഉണ്ടാകുമ്പോൾ, ನಮಗೆ ಭಕ್ತಿ ಉಂಟಾಗುವಾಗ, ಭಕ್ತಿಯು അകത്തുള്ള ജീവനെ വർദ്ധിപ്പിച്ചു, ಒಳಗಡೆ ಇರೋ ಜೀವವನ್ನು ಹೆಚ್ಚಿಗೆ ಮಾಡುತ್ತದೆ. ആത്മാവിനെ ശക്തീകരിക്കും, ಆತ್ಮನನ್ನು ಶಕ್ತಿಗರಿಸುತ್ತದೆ. ആത്മ മനുഷ്യനെ ബലപ്പെടുത്തും. ಆತ್ಮ ಮನುಷ್ಯನನ್ನು അത് ಬಲಪಡಿಸುತ್ತದೆ. നിത്യതയോളം നമ്മളെ കൊണ്ടുവന്ന് ಅದು എത്തിക്കും. ನಿತ್ಯದವರೆಗೂ ನಮ್ಮನ್ನು ತಲುಪಿಸುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ.